ടീമിന് അർജന്റീനൻ ആരാധകർക്ക് മറുപടിയുമായി എത്തിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് 160 അടി നീളമുള്ള കൂറ്റൻ ഫ്ലെക്സ് കോങ്ങാട് അർജന്റീനൻ ആരാധകർ വെച്ചത്. അതിനിതാ മറുപടിയാണോ ഇത്? മറുപടിയായിട്ട് ഞങ്ങൾ 180 അടി ഫ്ലെക്സ് ഉയർത്തിയിരിക്കുന്നു. അതായത് അവർ 160 എങ്കിൽ ഇവർ 180 അടി നീളമുള്ള ഫ്ലെക്സ് ആണ് ഈ റോഡ് വക്കിൽ വെക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഇത് വലിയ ആവേശത്തോടെ പടക്കം പൊട്ടിച്ചും അത്രയധികം നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് ഈ ഫ്ലെക്സുമായി റോട്ടിലേക്ക് ഇറങ്ങുന്നത്. ഒരു കിടിലൻ മറുപടിയാണല്ലോ. കിടിലൻ മറുപടി. ഇങ്ങോട്ട് 10 വെച്ചാൽ അങ്ങോട്ട് 100 വെക്കണം. അതാണ് ബ്രസീൽ. കോങ്ങാടുത്ത ബ്രസീൽ ഫാൻസ് അത്രയധികം ആവേശമാണ്. നല്ല ആവേശത്തിലാണ്, കടുത്ത ആവേശത്തിലാണ്. ഈ ആവേശം കളിക്കളത്തിലുണ്ടാവും. കളിക്കളത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങള്. അത് ബ്രസീൽ ടീം കാഴ്ചവെക്കുന്നുള്ള ഉറപ്പുണ്ട്. ഞങ്ങള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ കപ്പ് ഉയർത്തിയെന്ന് അർജന്റീനക്കാർ പറയുന്നത് കേട്ടു. പക്ഷെ അവര് 34 വർഷം കഴിഞ്ഞിട്ട് ഒരു ട്രോഫി അടിച്ചത്. ഞങ്ങള് 2019 അടിച്ചിട്ടുണ്ട് ട്രോഫി. 2002 ലോകകപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെന്താ അവര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്താന്ന് പറയുന്നത്. 26 വർഷത്തിന് ശേഷം തിരിച്ചുവരവുണ്ടാവും ഉറപ്പും തീർച്ചയായിട്ടും. അതിനാണ് ഞങ്ങൾ അഞ്ചലോട്ടിനെ കൊണ്ട് നിൽക്കുന്നത്. ഡോൺ കാർലോ അഞ്ചലോട്ടിയാണ് പ്രതീക്ഷ ഫുള്ള്. നല്ല അടിപൊളിയായിട്ട് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ബ്രസീൽ നോക്കിയിരിക്കും. അർജന്റീനൻ ആരാധകരുടെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറുന്നുണ്ടോ? നുഴഞ്ഞു കയറല്ല, എല്ലാരും നമ്മൾ ഒരുമിച്ച് സൗഹാർദ്ദ ഫുട്ബോൾ കളിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഞങ്ങൾ നാട്ടുകാർ എന്നൊരു നിലയ്ക്ക് എല്ലാവരും ഒരുമിച്ച്, ഫുട്ബോൾ പ്രേമി എന്നൊരു നിലയ്ക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് സൗഹൃദ ഫുട്ബോളിനോട് മുന്നോട്ട് പോവുക. നാട്ടിലിപ്പോ അർജന്റീനൻ ബ്രസീൽ ഫാൻസ് മാത്രമേ ഉള്ളൂ, മറ്റു ടീമുകൾക്കൊന്നും ആരാധകർ? പോർച്ചുഗൽ ഉണ്ടതാ. ഞങ്ങളോടുള്ള ഈഗോക്ക് വെച്ചിരിക്കുകയാണ് ആ സംഭവം. ഞങ്ങൾ ഈയിടെ പല്ല് മുളയ്ക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ സൗഹൃദമാവില്ല. 5 പേര് ചേർന്നിട്ടാണ് 100 അടിയുടെ ഫ്ലക്സ് വെക്കുന്നത്. 5 പേര് കേട്ടോ. നിങ്ങൾ പല്ല് വളയ്ക്കാത്ത കുട്ടികൾ പറഞ്ഞിട്ട് 5 പേര് ചേർന്ന് 100 അടിയുടെ 45,000 രൂപയുടെ സാധനം. ഫാൻ ഫൈറ്റിലുള്ളൊരു ഈഗോ, അല്ലാതെ നാട്ടുകാർ തമ്മിൽ അങ്ങനെയുള്ള ഒരു സംഭവമല്ല. ഫുള്ള് സപ്പോർട്ടാണ് പോർച്ചുഗൽ.